അപകടത്തിൽപ്പെട്ടത്. എന്താണ് അപകടത്തിൻ്റെ കാരണം, എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതൊക്കെ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്താണെങ്കിലും കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ അതിദാരുണമായിട്ടുള്ള ചില വാർത്ത വരുന്നു. സ്കൂളിലേക്ക് പോകാൻ നിന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ടിപ്പർ ലോറി മറിഞ്ഞുള്ള അപകടം സംഭവിക്കുന്നത്. അതിൻ്റെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾക്കായി നീലേശ്വരത്താണ്, കൊട്ടാരക്കര നീലേശ്വരത്താണ് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറിയെന്നാണ് വിനീഷ് കൊട്ടാരക്കര വിനീഷ് നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് മുകളിലേക്ക് അത് മറിഞ്ഞു. കുട്ടികൾ ടിപ്പറിനടിയിൽ അകപ്പെട്ടു എന്നാണ് പറയുന്നത്. കുട്ടികളെ പുറത്തിറക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്കാണ്. ഇതിൽ 5 വിദ്യാർത്ഥികളെ, ഈ ടിപ്പറിനടിയിൽപ്പെട്ട 5 വിദ്യാർത്ഥികളെ പുറത്തിറക്കാൻ കഴിഞ്ഞു എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതാണ് ആശ്വാസകരം. എന്താണെങ്കിലും വലിയൊരു അപകടം രാവിലെ കൊട്ടാരക്കര നീലേശ്വരത്ത് സംഭവിച്ചിരിക്കുന്നു. കൊട്ടാരക്കര നീലേശ്വരത്തിനുള്ള വിവരങ്ങളാണ്. വിനീഷ് ഉടൻ തന്നെ ചേരുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും അവിടെ രക്ഷാപ്രവർത്തനം ത്വരിതമായി തുടരുകയാണ്. വളരെ വേഗത്തിൽ ആ വാർത്തയിലേക്ക്, വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കും. കൊട്ടാരക്കര നീലേശ്വരത്താണ് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇങ്ങനെ ബസ് കാത്തു നിന്ന സ്കൂളിലേക്ക് പോകാൻ നിന്ന വിദ്യാർത്ഥികൾക്ക് നേരെ മറിയുന്നത്, വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിയുന്നത്. നമുക്ക് ഊഹിക്കാം, ഒരു ലോഡ് മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറി, അതിൻ്റെ ഭാരവും അതിൻ്റെ അപകടമുണ്ടാക്കുന്ന ആഘാതമൊക്കെ നമുക്ക് ഊഹിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞെട്ടിക്കുന്നതാണ്, വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് രാവിലെ വരുന്നത്. കുട്ടികളെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. 5 പേരെ പുറത്തെടുത്തു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ബസ് കാത്തു നിന്ന കുട്ടികളുടെ മുകളിലേക്കാണ് ഈ വാഹനം മറിഞ്ഞു വീണത്. കുട്ടികൾ ടിപ്പറിനടിയിൽ അകപ്പെട്ടു എന്ന് അവിടെ നിന്നും ദൃക്സാക്ഷിയുടെ നാട്ടുകാരും ഒക്കെ പറയുന്നു. അങ്ങനെ അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സാഹചര്യമാണ് കൊട്ടാരക്കര നീലേശ്വരത്ത്. രാവിലെ സ്കൂളിലേക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ടിപ്പർ മറിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട് ടിപ്പർ സ്കൂൾ കുട്ടികളുടെ മുകളിലേക്ക്, അതായത് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ, ബസ് സ്റ്റേഷനിൽ, ബസ് വെയിറ്റിംഗ് സ്റ്റോപ്പിൽ അവിടെ കാത്തു നിന്ന കുട്ടികളുടെ മുകളിലേക്കാണ് നിയന്ത്രണം വിട്ട ആ ലോറി മറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ തന്നെ അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളടക്കം 5 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിനീഷ് വിവരങ്ങൾ ചേരുന്നുണ്ട്. വിനീഷ്, ഞെട്ടിക്കുന്ന അപകടമാണോ, വലിയ അപകടമാണോ, എന്താണ് സാഹചര്യം? എത്ര പേരുണ്ട് ഈ അപകടത്തിൽപ്പെട്ടത്? എങ്ങനെയാണ് അപകടം? എന്തോ അല്പസമയം മുന്നേ ആയിരുന്നു അപകടമുണ്ടായത്. ഇത് കൊട്ടാരക്കര മുക്കോണിമുക്ക് സ്ഥലമാണ്, നീലേശ്വരത്തുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ടിപ്പർ ലോറി പാഞ്ഞു കയറി അപകടം ഉണ്ടായിരിക്കുന്നത്. ബസ് കാത്തു നിന്ന വിദ്യാർത്ഥികളുടെ ദേഹത്തേക്കാണ് ഈ ടിപ്പർ പാഞ്ഞു കയറിയത്. ഉടൻ തന്നെ ഒരു മതിലിലേക്ക് ഇടിച്ചാണ് അപകടവും സംഭവിച്ചത്. അതുകൊണ്ട് മണ്ണിനടിയിൽപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. 3 കുട്ടികളുടെ മൃതശരീരങ്ങളിലാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. 7ലധികം പേർ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ഈ ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയ സാഹചര്യമാണ് ഉള്ളത്. വലിയൊരു അപകടമാണ് സംഭവിച്ചത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്, സ്കൂൾ ദിവസമാണ്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു, ബസ് കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് ഒരു റോഡ് താഴത്തേക്ക് വരുന്നുണ്ട്, ഒരു വളവുമാണ്. അപ്പോൾ അങ്ങനെ വന്ന വാഹനമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവരിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് അറിയുന്നത്. പക്ഷേ തൊട്ടടുത്ത് ഒരു ബൈക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. ബൈക്ക് യാത്രി തൊട്ടടുത്ത് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചതായിട്ടാണ് അറിയുന്നത്. എന്തായാലും 7 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിരവധി ആൾക്കാരെ ഇപ്പോഴും മണ്ണിൽ നിന്നും കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്തോ ഉള്ളത്. വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് വിനീഷ്, ഈ വണ്ടി പാഞ്ഞു കയറുകയായിരുന്നു, അത് നിയന്ത്രണം വിട്ട് അത് മറിയുകയായിരുന്നു? എന്താണ് സാഹചര്യം ഉണ്ടായത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളൊരു നിഗമനമുണ്ടോ? അമിത വേഗതയിലായിരുന്നു വണ്ടി എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വളവാണ്, വളവ് ഭാഗത്താണ് ഇവർ ബസ് കാത്തു നിൽക്കുകയും ചെയ്തത്. അങ്ങനെ വാഹനം വളവ് തിരിഞ്ഞു വന്നപ്പോഴാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വിദ്യാർത്ഥികളിലേക്ക് വാഹനം ഇടിച്ചു കയറിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. തൊട്ടടുത്തുള്ള ഒരു മതിലും ഇടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മതിൽ നിന്നുള്ള മണ്ണും ഈ
ഈ കുട്ടികളുടെ ദേഹത്തേക്ക് വീണ സാഹചര്യം കല്ലും കട്ടയും അടക്കം വീണ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം അടക്കം JCB അടക്കം സ്ഥലത്തെത്തി ആ മണ്ണുകൾ നീക്കം ചെയ്യുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നു. പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനി അധികം യൂണിറ്റുകൾ എത്താനുള്ള സാഹചര്യമുണ്ട്. കാരണം ഈ മണ്ണിനടിയിൽ വീണ്ടും ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാണ് ഏറെയും. 7ലധികം വിദ്യാർത്ഥികൾ തന്നെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നാട്ടുകാരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. എൽദോ, വിനീഷ് സൂചിപ്പിച്ചത് 3 മൃതദേഹങ്ങൾ പുറത്തെടുത്തു എന്ന് തന്നെയല്ലേ? അതായത് 3 മരണം സ്ഥിരീകരിക്കാമോ? തീർച്ചയായും 3 കുട്ടികൾ മരിച്ചതായിട്ട് തന്നെയാണ് വിവരം. മണ്ണിനടിയിൽ നിന്നും 3 കുട്ടികളുടെ മൃതശരീരങ്ങൾ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയും കുട്ടികൾ മൃതശരീരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. അത്തരത്തിലുള്ള തെരച്ചിലുകളാണ് നടത്തുന്നത്. JCB ഉപയോഗിച്ച് മണ്ണുകളെല്ലാം തന്നെ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള തെരച്ചിൽ, ശ്രമകരമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര നീലേശ്വരം മുക്കോണിമുക്ക് എന്ന ഒരു സ്ഥലത്താണ് ഈ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്താണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇത്തരത്തിൽ ടിപ്പർ പാഞ്ഞു കയറി അപകടമുണ്ടായത്. കൊട്ടാരക്കരയിൽ അവിടെ വിനീഷ് സൂചിപ്പിച്ചത് നീലേശ്വര അപകടം സംഭവിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അവിടെ ലോറിക്കടിയിൽ പെടുന്ന സാഹചര്യമാണ്. അമിത വേഗമാണ് ആ മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ആ ഡ്രൈവർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. എന്നാലും 3 കുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു എന്നാണ് വിനീഷ് പറയുന്നത്. 4 കുട്ടികളെ ആകെ പുറത്തെടുത്തിട്ടുണ്ട്. 5 പേരുടെ 3 കുട്ടികൾ മരിച്ചു. ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് മുകളിലേക്കാണ് മറിഞ്ഞത്. കൂടുതൽ പേരുണ്ടോ എന്നുള്ളതാണ് ആശങ്ക. മണ്ണിനടിയിൽ മണ്ണ് കയറ്റി വന്ന ലോറിയാണ്. അതിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. എന്തായാലും കൂടുതൽ പരിശോധന നടത്തുകയാണ്. 5 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. 5 പേരുടെ നില ഗുരുതരമാണ്. കൂടുതൽ പേർ കുടുങ്ങിയെന്നും പരിശോധന തുടരുന്നു. അങ്ങനെ വലിയൊരു അപകടമാണ്. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥികൾ, ഒപ്പം അവിടെ കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത് നിന്ന മുതിർന്ന ചിലർ, അവർക്കൊക്കെയാണ് അപകടമുണ്ടായത്. അപകടം നേരിട്ടത് രാവിലെ തന്നെ മണ്ണ് കയറ്റി വന്ന ആ ടിപ്പർ മറിഞ്ഞു. വേഗ കൂടുതലാണ് ആ ലോറിക്കുണ്ടായിരുന്നത് എന്ന് കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തൊട്ടു മുമ്പാണ് ഈ കൊട്ടാരക്കര നീലേശ്വരത്ത് ഈ ടിപ്പർ ലോറി മറിഞ്ഞിങ്ങനെ ഒരു അപകടമുണ്ടായത്. വിനീഷ് തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. വിനീഷ്, ഈ അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സൊക്കെ എത്തിയിരുന്നു. വിനീഷ്, കേൾക്കാമോ? അതായത് ഈ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞിരുന്നു. അവിടെ ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ അത്? തീർച്ചയായും ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയ്ക്ക് സമാനമായി പോകുന്ന കൊട്ടാരക്കരയിൽ നിന്നും ഒരു പാതയാണ്. ഈ ഒരു ഇടറോഡ് കൂടിയാണ്. അപ്പം മറ്റ് ഗ്രാമപ്രദേശങ്ങളിലേക്കെല്ലാം പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. നിരവധി ആൾക്കാർ താമസിക്കുന്ന പ്രധാന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഒരു ജംഗ്ഷൻ ഉണ്ട്. മുക്കോണിമുക്ക് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നീലേശ്വരം മുക്കോണിമുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി വലിയൊരു റോഡ് തന്നെ കടന്നു പോകുന്നുണ്ട്. ആ റോഡിൽ നിന്നും ഇറങ്ങി വന്ന വാഹനമാണ് വളവ് തിരിഞ്ഞു വന്നപ്പോഴാണ് ടിപ്പർ ലോറി ഈ ഒരു അപകടത്തിൽ പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് ഇടിച്ചു കയറിയ സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. 3 വിദ്യാർത്ഥിനികളുടെ മൃതശരീരമാണ് മണ്ണിനടിയിൽ നിന്നും എടുത്തത്. ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട്. 7ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് പ്രാഥമികമായി തന്നെ ലഭിക്കുന്ന വിവരം. അന്വേഷണം ഊർജിതമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്കിൽ മറ്റൊരാൾ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്തേക്കും ടിപ്പർ പാഞ്ഞു കയറിയതായിട്ടാണ് നമുക്ക് ഈ പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ അപകടത്തിലെല്ലാം കൂടുതൽ വ്യക്തത വരാനുണ്ട്. പ്രാഥമിക ഘട്ടം എന്നോണമുള്ള തിരച്ചിലുകളും അന്വേഷണ രക്ഷാപ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പരിക്കേറ്റവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൃതശരീരങ്ങളും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. JCBയുടെ സഹായത്താലാണ് ഇപ്പോൾ മണ്ണുകൾ
നീക്കം ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്ന് തന്നെ ഒരു മതിൽ ഉണ്ടായിരുന്നു. മതിൽക്കെട്ട് അടക്കം ഇടിച്ച് തകർന്നിട്ടുണ്ട്. അപ്പോൾ നിരവധി മണ്ണും കട്ടയും കല്ലുകളും അടക്കമാണ് കിടക്കുന്നത്. ഇതെല്ലാം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷാപ്രവർത്തനം ദ്രുതകരമായി നടക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ മണ്ണും കട്ടയെല്ലാം തന്നെ JCBയുടെ സഹായത്താൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 7ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായതായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇനിയും മരണനിരക്ക് ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയായി തന്നെ നടക്കുന്നുണ്ട്. എൽദോ, രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഈ മണ്ണ് കയറ്റി വന്ന ലോറിയാണ്. മണ്ണുണ്ട്, ഒപ്പം ആ മതിൽ ഇടിച്ചു തകർത്തു. അപ്പോൾ അതിൻ്റെ മണ്ണും കട്ടയും ഒക്കെ അത്തരത്തിൽ അപകടത്തിൻ്റെ ഒരാഘാതം കൂട്ടുന്നുണ്ട്. ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളാണ് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിദാരുണമായ സംഭവമാണ്. കൊട്ടാരക്കര നീലേശ്വരത്താണ്. രാവിലെ സ്കൂളിലേക്ക് പോകാൻ കാത്തുനിന്ന വിദ്യാർത്ഥികളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടവർ. 3 പേരുടെ മൃതദേഹങ്ങൾ പുറത്ത് എടുത്തു. അതായത് 3 മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് കൂടുതൽ പേർക്ക് ജീവഹാനിക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഗുരുതരമാണ് പരുക്കുകളെന്നാണ്. ആ അതിവേഗത്തിലെത്തിയ ടിപ്പർ പാഞ്ഞു കയറുന്നു. മതിലിനും ടിപ്പറിനിടയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ പോലും വലിയൊരു അപകടമാണ് രാവിലെ കൊട്ടാരക്കരയിൽ നീലേശ്വരത്ത് സംഭവിച്ചത്. മണ്ണ് കയറ്റി വന്ന ഒരു മിനി ടിപ്പർ ലോറിയാണ് അങ്ങനെ അപകടം ഉണ്ടാക്കുന്നത്. ആ ടിപ്പർ ഓടിച്ച, ആ ലോറി ഓടിച്ച, മിനി വാൻ ഓടിച്ച ഡ്രൈവർക്കും പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് അതിവേഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സാഹചര്യം ആശ്വാസകരമാകുന്നു. നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെത്തി അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ ആളുകളെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമൊക്കെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ബിൽഡിംഗ് ഉണ്ട്. ആ കെട്ടിടങ്ങൾക്കും മതിലിനും ഇടയിലാണ് അത്തരത്തിലൊരു അപകടമുണ്ടായത്. മണ്ണിനടിയിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ളൊരു സംശയം, അതിൻ്റെ പേരിലാണ് ആ പരിശോധന നടക്കുന്നത്. അങ്ങേയറ്റം സ്തബ്ധരായി ഞെട്ടി നിൽക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. അയൽവാസികളായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നു. വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അവിടെ കൊട്ടാരക്കര നീലേശ്വരത്ത്. വിനീഷ്, ഇതൊരു മിനി ടിപ്പർ ലോറിയാണ്. പക്ഷേ എങ്കിൽ പോലും അപകടത്തിൻ്റെ വ്യാപ്തി അത് വലുതാണ്. അപ്പോൾ തോന്നുന്നു നിയന്ത്രണത്തിൻ്റെ വണ്ടി നിയന്ത്രണം തെറ്റി മറിഞ്ഞതാണോ എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. എന്തായാലും വിനീഷ് സ്വല്പസമയത്തിനകം ചേരും. അവിടെ കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്നുള്ള അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സ്ക്രീനിൽ. നാട്ടുകാരും ഫയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഉൾപ്പെടെ ചേർന്ന് രക്ഷാദൗത്യം നടത്തുന്നു. കെ എൻ ബാലഗോപാൽ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബാലഗോപാൽ, ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള നിഗമനമൊക്കെ എങ്കിലും ഒരു പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ടോ? എത്ര പേർക്കാണ് ഈ ജീവഹാനി സംഭവിച്ചത്? പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളേ ഉള്ളൂ. ഇപ്പോഴും അവിടെ വിളിച്ചു കിട്ടിയതേ ഉള്ളൂ. നിയമസഭയായതുകൊണ്ട് തിരുവനന്തപുരത്താണ്. രാവിലെ നിയമസഭയിലേക്ക് ഉള്ള പരിപാടിക്ക് നിൽക്കുക. അപ്പൊ അവിടെ ആ സമയത്താണ് അറിഞ്ഞത് മുക്കോണിമുക്ക് എന്ന് പറയുന്ന നീലേശ്വരത്തിനടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്. അതായത് കൊട്ടാരക്കരയോട് ചേർന്ന് തന്നെ തൊട്ട് ചേർന്നാണ്. അവിടെ കുട്ടികൾ കാത്തു നിൽക്കുന്നിടത്ത് ആണ് ബസ്, ടിപ്പർ ലോറിയാണ്. ബസ് കാത്തു നിൽക്കുന്നവരാണ്. അപ്പം ആ അപകടം ഉണ്ടായി എന്നുള്ള സംഗതിയാണ്. അപ്പം പ്രാഥമിക വിവരം 3 പേരെന്നല്ല പറയുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും അറിയില്ല എത്ര ഉണ്ടെന്ന്. ഈ അപകടമൊന്നും അറിയില്ല. നാട്ടിലെ എല്ലാവരും അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. എല്ലാം കാര്യങ്ങളും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അത്രേ അറിയുള്ളൂ ഇതിനെപ്പറ്റി. ബാക്കി അങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ബാലഗോപാൽ, ഈ അപകടം നടന്ന സ്ഥലം അതൊരു പതിവ് അപകടം നടക്കുന്ന അല്ലെങ്കിൽ വളവോ ഒക്കെ ഉള്ള സ്ഥലമാണോ? അതൊരു നല്ല രീതിയിൽ നല്ല റോഡുമാണ്. നല്ല ടാർ ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള റോഡാണ്. മുക്കോണിമുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രാഫിക് ഉള്ള സ്ഥലമാണ്. പക്ഷെ നല്ല റോഡാണ്. വലിയ വളവും ഉള്ള സ്ഥലത്താണെന്ന് തോന്നുന്നില്ല. പക്ഷെ ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ്. വലിയ വീതിയുടെ പ്രശ്നമൊന്നുമുള്ള സ്ഥലമല്ല. ഓക്കെ, അതായത് ഒരു കൺഫർമേഷൻ ചോദിക്കണം. വാഹനം ഓക്കെ. കൊട്ടാരക്കര MLA കെ എൻ ബാലഗോപാലാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിനും വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വിവരങ്ങൾ ശേഖരിക്കുകയാണ് അദ്ദേഹം. എന്താണെങ്കിലും ഒരു ടിപ്പർ ലോറിയുടെ മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറി ഉണ്ടായ അപകടമാണ്. ബസ് കാത്തു നിൽക്കുകയായിരുന്നു ആ സ്കൂൾ വിദ്യാർത്ഥികൾ. അവർക്ക് നേരെയാണ് ആ ടിപ്പർ ലോറി
മറിഞ്ഞത്. അത് പാഞ്ഞു കയറിയതാണോ, മറിഞ്ഞതാണോ, നിയന്ത്രണം തെറ്റി മറിഞ്ഞതാണോ എന്നുള്ളതിൽ ആണ് ഇനി ആശങ്ക. അതാണ് നമുക്കിനി അറിയേണ്ടത്. എന്നാലും കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം വിനീഷ് കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രക്ഷാദൗത്യം, രക്ഷാപ്രവർത്തനങ്ങൾ അത് ഊർജിതമായി നടന്നു. വളരെ പെട്ടെന്ന് തന്നെ മണ്ണ് ഒക്കെ മാറ്റി എല്ലാവരെയും വളരെ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുവാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരാവസ്ഥയിലാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ടിപ്പർ ലോറി ഡ്രൈവർക്കും ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാര്യമായി പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് നാട്ടുകാരുണ്ട് അവിടെ രക്ഷാദൗത്യത്തിന്. ഒപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവിടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നമുക്ക് കാണാം ആ ലോഡിൽ, ആ ടിപ്പറിൻ്റെ പിന്നിൽ ലോഡ് കയറ്റുന്ന ഭാഗത്ത് മണ്ണ് ഏറെക്കുറെ പൂർണ്ണമായും ആ റോട്ടിലേക്ക് മറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആ ബസ് കാത്തു നിന്ന കുട്ടികളുടെ മുകളിലേക്ക് ആ മണ്ണ് മറിഞ്ഞു വീഴുന്ന സാഹചര്യം കൂടിയുണ്ട്. എത്രമാത്രം ഗുരുതരമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യസ്ഥിതി എന്നുള്ളതുമൊക്കെ ഇനിയും പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. കൊട്ടാരക്കരയിലാണ് അപകടം. രാവിലെ കൊട്ടാരക്കര നീലേശ്വരത്താണ് ഇത്തരത്തിൽ ലോറി മറിഞ്ഞ് ഒരു അപകടമുണ്ടായത്. ബസ് കാത്തു നിന്ന കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ട. പല സ്കൂളുകളിലായി പഠിക്കുന്ന കുട്ടികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പ്രൈവറ്റ് ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് പല സ്കൂളുകളിലായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്ന് തോന്നുന്നു. അവരുടെ പേര് വിവരങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രായമോ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ, ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് നമ്മുടെ പ്രതിനിധികൾ. ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് ആണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന അതിദാരുണമായിട്ടുള്ള സാഹചര്യം നേരിടേണ്ടി വരുന്നത്. കൊട്ടാരക്കര നീലേശ്വരത്താണ് ഈ അപകടം സംഭവിച്ചത്. കൊട്ടാരക്കരയിൽ ബസ് കാത്തു നിന്ന കുട്ടികൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.